ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, നോമ്പ് കാലഘട്ടത്തിൻ്റെ ആദ്യത്തെ ആഴ്ച മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞ വചനഭാഗത്തിലൂടെ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ദിനങ്ങൾ. ഇന്ന് പ്രത്യേകമായിട്ട് നിയോഗാർത്ഥം നമ്മൾ പ്രാർത്ഥിക്കുന്നതും മാനസാന്തരപ്പെടുവിൻ എന്നുള്ള ഒരു വാക്യമാണ്. ഒരു മാറ്റം ഏതൊരു സഭാമക്കൾക്കും ആവശ്യകമാണ് എന്നുള്ള കാര്യം നമ്മെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ നോമ്പുകാലവും ഓരോ സഭാ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇതാ 2026 നോമ്പ് കാലഘട്ടം നമ്മെ തേടി വന്നിരിക്കുകയാണ്. മാനസാന്തരത്തിൽ യോജിച്ച ഫലങ്ങൾ എന്നിൽ പുറപ്പെടുവിക്കുവാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചു നോക്കുവാനും എൻ്റെ ആത്മീയ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനുമായിട്ടാണ് ഈ വർഷത്തെ നോമ്പ് കാലം നമ്മെ തേടി വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നോമ്പുകാലം അനുഗ്രഹദായകമായ നിമിഷങ്ങളാണ്. ഈ നിമിഷങ്ങളെ എപ്രകാരം അനുഗ്രഹദായകമാക്കണം എന്ന് നമ്മൾ മാത്രം ചിന്തിച്ചാൽ പോരാ. ദൈവ സഹായം തേടി നമ്മൾ ഒന്നു ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ സാധ്യതമാകുന്നത്. അതിന് ഒരു തിരിഞ്ഞുനോട്ടം നമുക്ക് ആവശ്യമാണ്. അതിന് ഞാൻ എന്താണെന്നും ഞാൻ എന്തായിരിക്കുന്നുവെന്നും ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് എന്നെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഈ തിരിഞ്ഞുനോട്ടം ഒരു ആത്മശോധനയായിട്ട് മാറുകയുള്ളൂ. ഈ ആത്മശോധനയിൽ നിന്നായിരിക്കണം എൻ്റെ നോമ്പുകാലം ആരംഭിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു മാറ്റം, മാനസാന്തരം ആവശ്യമാണ് എന്ന് സ്വയം ബോധ്യപ്പെടാതെ ഒരു വ്യക്തിക്കും ഒരു ജീവിതത്തിലും മാറ്റമുണ്ടാവുകയില്ല എന്നുള്ളതാണ് സ്പഷ്ടമായ ഒരു കാര്യമെന്ന് പറയുന്നത്. നോമ്പ് കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെച്ചതേയുള്ളൂ. നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വേണ്ടിയുള്ള നിമിഷങ്ങളും ദിവസങ്ങളുമാണ് നമ്മെ തേടി വന്നിരിക്കുന്നത്. ആദ്യപടി എന്ന പോലെ നമ്മൾ ഈ ഒരു സ്ലീവാ പാതയിലൂടെ കടന്നു വന്നിരിക്കുകയാണ്. അത് ഏറെ പ്രതീക്ഷാദായകമായ ഒരു കാര്യം കൂടിയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പാപങ്ങൾ കുമ്പസാരത്തിലൂടെ ക്ഷമിക്കപ്പെടുന്നുവെങ്കിലും അതിന് ഒരു പരിഹാരം ചെയ്യുക എന്നത് ആവശ്യകമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം ബോധ്യപ്പെട്ടാണ് ഓരോ ചവിടുകളും നമ്മൾ മുന്നോട്ടായി വച്ചിരിക്കുന്നത്. ഈ മല കയറി വന്നിരിക്കുന്നത് ആരും തന്നെ വേർപ്പ് തുള്ളികൾ ഒഴുക്കാതിരിക്കുകയില്ല. ക്ലേശകരമായ മലകയറ്റമാണ് നമ്മൾ നടത്തി ദേവാലയത്തിലെത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേർപ്പ് തുള്ളികളോടൊപ്പം തന്നെ ഈ ക്ലേശകരമായ അനുഭവത്തിലൂടെ തന്നെ നമ്മുടെ പാപത്തിന്റെ ഒരു പരിഹാരം നടക്കപ്പെടുന്നുണ്ടെന്നും ഈ പരിഹാരം നടത്തപ്പെടുമ്പോൾ അതിന് അനുഗ്രഹദായകമായ ഒരു ഫലം നൽകുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതുമാണ് ഈ മലയുടെ ഓരോ ചുവടും മുകളിലേക്ക് ചവിട്ടുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു നോമ്പ് കാലഘട്ടത്തിന്റെ ആദ്യവാരത്തിൽ തന്നെ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നമുക്ക് സാധിക്കട്ടെ. ഞാൻ എവിടെ നിൽക്കുന്നു, മുന്നോട്ട് എന്ത് മാറ്റമാണ്, എന്ത് മാനസാന്തരമാണ് ഈശോ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ നവീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. തീരുമാനമെടുക്കേണ്ട വാതിൽപ്പടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. 2026 മാറ്റങ്ങൾക്ക് വിധേയമാകട്ടെ. മാറ്റങ്ങളോട് കൂടിയായിരിക്കട്ടെ നോമ്പിന്റെ ആരംഭം കുറിക്കുന്നത്. അങ്ങനെ ഈ നോമ്പ് കാലം ഏറെ ഫലദായകമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നോമ്പ് കാലം അനുഗ്രഹദായകമാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.